നമസ്കാരം, ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കുറ്റിച്ചിറ മെർച്ചന്റ് അസോസിയേഷൻ ഓണാഘോഷവും ജില്ലാ നിയോജക മണ്ഡലം നേതാക്കൾക്ക് സ്വീകരണവും നടത്തി. മോതിരക്കണ്ണി SNDP LP സ്കൂളിലെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടത്തി. വാൽപ്പാറയിൽ രോഗിയുമായി പോകുകയായിരുന്ന ആംബുലൻസും ബൈക്കും കൂട്ടിയിടിച്ച് കോളേജ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. ഒരാൾക്ക് സാരമായി പരിക്കേറ്റു. യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം ആംബുലൻസിൽ ഉപേക്ഷിച്ചു. പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. കോടാലി മാങ്കുറ്റിപ്പാടം തറയിൽ സുനിലിന്റെ ഭാര്യ 52 വയസ്സുള്ള ഷീലയാണ് മരിച്ചത്. അളഗപ്പ നഗർ പഞ്ചായത്തിൽ ബന്ധു നിയമനമെന്ന് ആരോപിച്ച് LDF അംഗങ്ങളുടെ പ്രതിഷേധം. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബൈക്കിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ചൊവ്വൂർ വാരിയത്ത് വീട്ടിൽ 45 വയസ്സുള്ള സുനോദാണ് മരിച്ചത്. വിശദമായ വാർത്തയിലേക്ക്. കുറ്റിച്ചിറ മെർച്ചന്റ് അസോസിയേഷൻ ഓണാഘോഷവും ജില്ലാ നിയോജക മണ്ഡലം നേതാക്കൾക്ക് സ്വീകരണവും ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതിയിൽ 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറലും നടത്തി. ഞായറാഴ്ച രാവിലെ 10-ന് കുറ്റിച്ചിറ സുമംഗലി ജംഗ്ഷനിൽ നിന്ന് ഘോഷയാത്രയായി ആരംഭിച്ച പരിപാടിയുടെ ഉദ്ഘാടനം KVVES ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ നിർവഹിച്ചു. കുറ്റിച്ചിറ മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് PP ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. കുറ്റിച്ചിറ മെർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി PS രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടം 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. SSLC +2 വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനം പുളിങ്കര പള്ളി വികാരി ഫാദർ ജിജി കുന്നേലും SNUP സ്കൂൾ മാനേജർ TK മനോഹരനും നിർവഹിച്ചു. ആ കുട്ടിയുടെ പേരാണ് സബ്കോൺഷ്യസ് മൈൻഡ്. സബ്കോൺഷ്യസ് മൈൻഡ് ഉപബോധ മനസ്സെന്നാണ്. ഉപബോധ മനസ്സ് നിങ്ങൾ ചെറുപ്പത്തിലെ മുതൽ ചിന്തിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതുമായതൊക്കെ ഉപബോധ മനസ്സിന് അറിയാതെ ചെയ്യും. ഉള്ളിലുള്ള കുട്ടി എന്താണ്, ഏത് സാഹചര്യത്തിലൂടെയാണോ നമ്മൾ വളർന്നത് ആ സാഹചര്യത്തെ ഒപ്പിയെടുത്ത് അവർ ഉള്ളിനുള്ളിൽ ഇരിക്കുകയാണ്. മോശം സാഹചര്യത്തിലൂടെ ആത്മവിശ്വാസം നമുക്ക് നൽകാതെ ഒരു ജീവിത സാഹചര്യത്തിലൂടെയാണ് കുട്ടി വളർന്നു വരുന്നതെന്നുണ്ടെങ്കിൽ ഉള്ളിലെ കുട്ടി നമ്മളോട് പറയും, സൈനോട് പറയും. സൈന ഇപ്പൊ പറയാനില്ല കേട്ടോ, സൈന വളർന്നിരിക്കുകയാണ്. പക്ഷെ സൈന അങ്ങനത്തെ സാഹചര്യത്തിലുണ്ട്. സൈന നിന്നെ കൊണ്ടത് കഴിയില്ല, നീ ആവശ്യമില്ലാണ്ട് അതിന് പോകുന്നു. മോതിരക്കണ്ണി SNDP LP സ്കൂളിലെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ R ബിന്ദു നിർവഹിച്ചു. SNDP യോഗം ചാലക്കുടി യൂണിയൻ ചെയർമാൻ K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജിനീഷ് PS എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CV ആന്റണി, AEO PB നിഷ, മോതിരക്കണ്ണി പള്ളി വികാരി ഫാദർ ടോം വടക്കൻ എന്നിവർ പങ്കെടുത്തു. ഈ വേളയിൽ ഇവിടെ വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് നമ്മെ ചെറിയ കുട്ടികളുടെ ഒരു വിദ്യാലയത്തിൽ ആധുനിക മുഖച്ഛായയുള്ള പുതിയ നിർമ്മിതികൾ ഉണ്ടാകുമ്പോൾ വളരെയേറെ ആഹ്ലാദം അനുഭവപ്പെടുന്ന ഒരാളാണ് ഞാൻ. കാരണം കുട്ടികളുടെ സാമൂഹ്യവൽക്കരണ പ്രക്രിയയുടെ ആദ്യഘട്ടമാണ് LP സ്കൂളിൽ നിർവഹിക്കപ്പെടുന്നത്. അവിടെയാണ് എല്ലാവിധ സൗകര്യങ്ങളും യഥാർത്ഥത്തിൽ നാം ഒരുക്കി കൊടുക്കേണ്ടത്. വാൽപ്പാറയിൽ രോഗിയുമായി പോകുകയായിരുന്ന ആംബുലൻസും ബൈക്കും കൂട്ടിയിടിച്ച് കോളേജ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. ഒരാൾക്ക് സാരമായി പരിക്കേറ്റു. കോയമ്പത്തൂർ വട്ടമല പാളയം രാമകൃഷ്ണ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി 20 വയസ്സുള്ള ശ്രീകാന്താണ് മരിച്ചത്. സുഹൃത്ത് റോഷനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോയമ്പത്തൂരിൽ നിന്ന് വാൽപ്പാറ സന്ദർശിക്കാനെത്തിയ കോളേജ് വിദ്യാർത്ഥികളുടെ ബൈക്കാണ് ആംബുലൻസുമായി കൂട്ടിയിടിച്ചത്.
കോയമ്പത്തൂരിൽ നിന്നും 6 പേരടങ്ങിയ വിദ്യാർത്ഥി സംഘം 3 ബൈക്കുകളിലായി ഷോളയാർ ഡാം കാണുന്നതിനായി എത്തിയതായിരുന്നു. ഇതിൽ ശ്രീകാന്തും റോഷനും സഞ്ചരിച്ചിരുന്ന ബൈക്ക് കരിമ്പലം ഭാഗത്ത് വെച്ച് ഉരുളിക്കൽ ജനറൽ ആശുപത്രിയിൽ നിന്ന് പച്ചമല എസ്റ്റേറ്റിലേക്ക് രോഗിയുമായി പോകുകയായിരുന്ന ടാറ്റ കോഫിയുടെ ഉടമസ്ഥതയിലുള്ള ആംബുലൻസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അമിത വേഗതയിൽ വന്ന ബൈക്ക് ആംബുലൻസിൽ ഇടിക്കുകയായിരുന്നെന്ന് നാട്ടുകാർ പറഞ്ഞു. സംഭവം നടന്ന ഉടനെ നാട്ടുകാർ സ്വകാര്യ വാഹനത്തിൽ ഇവരെ വാൽപ്പാറ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശ്രീകാന്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. റോഷനെ തുടർ ചികിത്സയ്ക്കായി പൊള്ളാച്ചി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കയ്പമംഗലത്ത് യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം ആംബുലൻസിൽ ഉപേക്ഷിച്ചു. കോയമ്പത്തൂർ മേട്ടുപ്പാളയം സ്വദേശി 40 വയസ്സുള്ള അരുണാണ് കൊല്ലപ്പെട്ടത്. റൈസ് പുള്ളർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ട 10 ലക്ഷം രൂപ തിരികെ പിടിക്കുന്നതിനായിരുന്നു ആക്രമണം എന്നാണ് പോലീസ് പറയുന്നത്. കയ്പമംഗലം ഫിഷറി സ്കൂളിനടുത്ത് ഇന്നലെ രാത്രി 11:30യോടെയാണ് സംഭവം. കാറിൽ നിന്ന് 4 പേരടങ്ങുന്ന സംഘം അപകടത്തിൽ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞ് ആംബുലൻസ് വിളിച്ചു വരുത്തി അരുണിനെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് അയക്കുകയായിരുന്നു. ആംബുലൻസിന് പിന്നാലെ ആശുപത്രിയിലേക്ക് എത്താമെന്ന് പറഞ്ഞ് സംഘം മുങ്ങി. ആശുപത്രിയിലെത്തുമ്പോൾ അരുൺ മരിച്ചിരുന്നു. സംഭവത്തെ തുടർന്ന് കയ്പമംഗലം പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് അരുണിന്റെ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തിയത്. പാലിയേക്കരയിലേക്ക് വിളിച്ചു വരുത്തിയ അരുണിനെയും മറ്റൊരാളെയും കല്ലൂർ, വട്ടനാത്ര എന്നിവിടങ്ങളിലെ രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് മർദ്ദിച്ച ശേഷം കാറിൽ കയറ്റി വരുന്നതിനിടെയാണ് കയ്പമംഗലത്ത് വെച്ച് ആംബുലൻസ് വിളിച്ച് അതിൽ കയറ്റിവിട്ടത്. ഇതിനു മുൻപായി കയ്പമംഗലത്തെ ഒരു വീട്ടിൽ കൊണ്ടുപോയി മർദ്ദിച്ചതായും വിവരം കിട്ടിയിട്ടുണ്ട്. മർദ്ദനമേറ്റ ആൾ സംഘത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇയാളിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ മർദ്ദിച്ച 4 പേരും കണ്ണൂർ സ്വദേശികളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കണ്ണൂരിലെത്തിയ കയ്പമംഗലം പോലീസ് 4 പേർക്കുമായി അന്വേഷണം ഊർജിതമാക്കി. പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. കോടാലി മാങ്കുറ്റിപ്പാടം തറയിൽ സുനിലിന്റെ ഭാര്യ 52 വയസ്സുള്ള ഷീലയാണ് മരിച്ചത്. ഞായറാഴ്ച വീട്ടുപരിസരത്ത് വെച്ചാണ് ഇവർക്ക് പാമ്പിന്റെ കടിയേറ്റത്. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ചയാണ് മരണം സംഭവിച്ചത്. മക്കൾ അഞ്ജുഷ, ആദിത്. അളഗപ്പ നഗർ പഞ്ചായത്തിൽ ബന്ധു നിയമനമെന്ന് ആരോപിച്ച് LDF അംഗങ്ങളുടെ പ്രതിഷേധം. പ്രസിഡന്റിന്റെ ബന്ധുവായ തൊഴിലുറപ്പ് താൽക്കാലിക ജീവനക്കാരിക്ക് കരാർ പുതുക്കി നൽകാൻ നീക്കം നടത്തിയെന്ന് ആരോപിച്ചാണ് ഇടതുപക്ഷ അംഗങ്ങൾ കരാർ നിയമന അജണ്ടയിൽ വിയോജിപ്പ് അറിയിച്ചത്. LDF അംഗങ്ങളായ PK ശേഖരൻ, PS പ്രീജു, VK വിനീഷ്, സജന ഷിബു, ശൈലജ നാരായണൻ, അശ്വതി പ്രവീൺ, ജിഷ്മ രഞ്ജിത്ത് എന്നിവരാണ് പ്രതിഷേധിച്ചത്. വിഷയത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും അജണ്ട മാറ്റണമെന്നും തീരുമാനങ്ങൾ വീണ്ടും ചർച്ച ചെയ്യാതെ അംഗീകരിക്കില്ലെന്നും 5 കോൺഗ്രസ് അംഗങ്ങളും യോഗത്തിൽ അറിയിച്ചു. ഇതോടെ 17 അംഗ ഭരണസമിതിയിൽ 12 പേരുടെ എതിർപ്പിലാണ് അജണ്ട ചർച്ചയ്ക്കെടുത്തതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ 10 വർഷത്തിലധികമായി പഞ്ചായത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരിക്ക് പ്രവർത്തന മികവ് പരിശോധിച്ച് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് കരാർ പുതുക്കി നൽകിയതെന്നും അജണ്ട പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പോടെ അംഗീകരിച്ചതായും പ്രസിഡന്റ് K രാജേശ്വരി അറിയിച്ചു. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബൈക്കിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ചൊവ്വൂർ വാരിയത്ത് വീട്ടിൽ 45 വയസ്സുള്ള സുനോദാണ് മരിച്ചത്. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിയോടെ ചൊവ്വൂർ മഹാലക്ഷ്മി ക്ഷേത്രം റോഡിന് സമീപമായിരുന്നു അപകടം. അപകട ദൃശ്യങ്ങൾ സമീപത്തെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. കൂർക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്നും അമിത വേഗതയിലെത്തിയ ബൈക്ക് സുനോദിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട ബൈക്ക് റോഡരികിൽ പാർക്ക് ചെയ്ത പെട്ടി ഓട്ടോയിലേക്ക് ഇടിച്ചു കയറി. ബൈക്കിൽ യാത്രക്കാരായ 2 പേർക്ക് നിസ്സാര പരിക്കേറ്റു. ചൊവ്വൂർ മഹാലക്ഷ്മി ട്രാവൽസിന്റെ ഡ്രൈവറാണ് സുനോദ്. സ്കൂൾ കുട്ടികളെ കൊണ്ടുവരുന്ന ട്രാവലർ എടുക്കാൻ വാഹനത്തിന്റെ അടുത്തേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. ചേർപ്പ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്തിലെ ബന്ധു നിയമനത്തിൽ പ്രതിഷേധിച്ച് LDF പഞ്ചായത്ത് അംഗങ്ങൾ പ്രതിഷേധ യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്വജനപക്ഷപാത നിലപാടിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് ഓഫീസിന്റെ മുൻവശത്ത് പ്രതിഷേധ യോഗം ചേർന്നു.
താൽക്കാലിക കരാർ ജീവനക്കാരുടെ പെർഫോമൻസ് മാർക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത് പ്രസിഡന്റും സെക്രട്ടറിയുമാണ്. ഇത് ബന്ധു നിയമനത്തെ സാധൂകരിക്കാനാണെന്നും നിരവധി അഭ്യസ്ത വിദ്യരായ യുവതീ യുവാക്കളെ ഒഴിവാക്കി വർഷങ്ങളായി പഞ്ചായത്തിൽ സ്വന്തക്കാരെ നിയമിക്കുകയാണെന്നും ഈ നടപടി അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് LDF പാർലമെന്ററി പാർട്ടി നേതാവ് PK ശേഖരൻ അഭിപ്രായപ്പെട്ടു. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയും കാര്യക്ഷമമല്ല. നിരവധി അപേക്ഷകരാണ് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിരന്തരം പഞ്ചായത്ത് ഓഫീസ് കയറിയിറങ്ങുന്നത്. പ്രതിഷേധ യോഗം PK ശേഖരൻ ഉദ്ഘാടനം ചെയ്തു. PS പ്രിജു, VK വിനീഷ് എന്നിവർ സംസാരിച്ചു. സജന ഷിബു, ശൈലജ നാരായണൻ, അശ്വതി പ്രവീൺ, ജിഷ്മ രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനകത്ത് പേര് രജിസ്റ്റർ ചെയ്ത് ഇവിടെ കാത്തിരിക്കുകയാണ്. ജോലി എന്ന അവന്റെ സ്വപ്നം കാത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ പഞ്ചായത്തിന്റെ എല്ലാ വിധത്തിലുള്ള അധികാരങ്ങളും ദുർവിനിയോഗം ചെയ്തുകൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നത്. ഇതൊരു കാരണവശാലും അംഗീകരിക്കപ്പെടുന്നില്ല. പഞ്ചായത്ത് കമ്മിറ്റിക്കകത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് തെറ്റായിട്ടുള്ള രീതിയിലുള്ള നിയമനം നടത്തുന്നത് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കമ്മിറ്റിയെ തെറ്റിദ്ധരിപ്പിച്ചത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7000 രൂപ, പവന് 56,000 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുറ്റിച്ചിറ മെർച്ചന്റ് അസോസിയേഷൻ ഓണാഘോഷവും ജില്ലാ നിയോജക മണ്ഡലം നേതാക്കൾക്ക് സ്വീകരണവും നടത്തി. മോതിരക്കണ്ണി SNDP LP സ്കൂളിലെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടത്തി. വാൽപ്പാറയിൽ രോഗിയുമായി പോകുകയായിരുന്ന ആംബുലൻസും ബൈക്കും കൂട്ടിയിടിച്ച് കോളേജ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. ഒരാൾക്ക് സാരമായി പരിക്കേറ്റു. യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം ആംബുലൻസിൽ ഉപേക്ഷിച്ചു. പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. കോടാലി മാങ്കുറ്റിപ്പാടം തറയിൽ സുനിലിന്റെ ഭാര്യ 52 വയസ്സുള്ള ഷീലയാണ് മരിച്ചത്. അളഗപ്പ നഗർ പഞ്ചായത്തിൽ ബന്ധു നിയമനമെന്ന് ആരോപിച്ച് LDF അംഗങ്ങളുടെ പ്രതിഷേധം. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബൈക്കിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ചൊവ്വൂർ വാരിയത്ത് വീട്ടിൽ 45 വയസ്സുള്ള സുനോദാണ് മരിച്ചത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.